സുഹൃത്തുക്കളെ, ഈ കേരള രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകിച്ച് UDF രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയ ബലഹീനത എന്ന് പറയുന്നത് സാമുദായിക പ്രീണനമാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ ചില പ്രത്യേക സമുദായങ്ങളെ പ്രീണിപ്പിക്കാനായിട്ട് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പലവിധ നമ്പറുകൾ പറ്റും. സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ സമയത്ത് അതാത് മണ്ഡലത്തിലെ സമുദായങ്ങളുടെ ഒരു കണക്കെടുക്കും. പ്രബല സമുദായം ഏതാണ്, അത് കഴിഞ്ഞാൽ പിന്നത്തെ സമുദായം ഏതാണ്, ഏത് പാർട്ടിക്ക് ഏത് സമുദായക്കാരന് സീറ്റ് കൊടുത്താൽ, ഏത് ജാതിക്കാരന് ഏത് ഉപജാതിക്കാരന് സീറ്റ് കൊടുത്താൽ അവിടെ കൂടുതൽ വോട്ട് നേടാൻ കഴിയും, അല്ലെങ്കിൽ ഏതേത് ബിഷപ്പുമാരുടെ കാല് പിടിച്ചാൽ, ഏതേത് സമുദായ പ്രമാണിമാരുടെ കൈമുത്തിയാൽ കൂടുതൽ വോട്ട് കിട്ടും എന്നൊക്കെ ആളുകൾ കണക്കൂട്ടും. അതനുസരിച്ച് സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കും. ആ കാര്യത്തിൽ LDF-ഉം UDF-ഉം BJP ഒന്നും വലിയ വ്യത്യാസമില്ല. പക്ഷെ ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ LDF-കാർ ഈ വകകളെ പരമാവധി എൻ്റർടൈൻ ചെയ്യാറില്ല. മറിച്ച് UDF അങ്ങനെയല്ല. ഏത് കാര്യത്തിലും ഈ സമുദായ നേതാക്കന്മാരുടെയും അതുപോലെ മെത്രാന്മാരുടെയും വൈദിക ശ്രേഷ്ഠരുടെയൊക്കെ അഭിപ്രായങ്ങൾ തേടുകയും അവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് സ്ഥാനമാനങ്ങൾ പങ്കെടുക്കുകയും ഇവരാഗ്രഹിക്കുന്ന രീതിയിൽ മാത്രം ഭരണചക്രം മുന്നോട്ട് തിരിക്കുകയും ചെയ്യും. അപ്പം ഇങ്ങനെ ഒരു പ്രവണത പൊതുവേ ഉണ്ട്. അത് UDF വരികയാണെങ്കിൽ വളരെ വളരെ കൂടുതൽ വരും. ഇപ്പം ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ തന്നെ നമ്മൾ കണ്ടതാണ്. മേയർ ഞങ്ങളുടെ സമുദായക്കാരിയായിരിക്കണം, ഡെപ്യൂട്ടി മേയർ ഞങ്ങളുടെ സമുദായക്കാരനായിരിക്കണം എന്ന രീതിയിൽ പലരും വാശി പിടിക്കുന്നത് നമ്മൾ കണ്ടു. അത് കൊച്ചി കോർപ്പറേഷനിൽ മാത്രമല്ല, പല മുനിസിപ്പാലിറ്റികളും ഇത് കണ്ടു. ചില പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകൾ വരാതിരിക്കാൻ വേണ്ടി ചിലർ ചരട് വലിക്കുന്നത് കണ്ടു, വേറെ ചിലർ വരാൻ വേണ്ടിയിട്ട് ചരട് വലിക്കുന്നത് കണ്ടു. ചിലർ ചരട് വലിയൊക്കെ കഴിഞ്ഞ് ആലാസ് വട വിട്ട് പിടിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പം ഇങ്ങനെയുള്ള ഈ ചരടുവലികളുടെ തിക്തഫലം ഏത് രീതിയിലായിരിക്കും UDF-നെ ബാധിക്കുന്ന, അല്ലെങ്കിൽ LDF-നെ അല്ലെങ്കിൽ പൊതുസമൂഹത്തെ ബാധിക്കുന്നത് എന്ന വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണ്. എറണാകുളം ജില്ലയുടെ തെക്ക് ഭാഗത്ത് 66-ാം നമ്പർ നാഷണൽ ഹൈവേയിൽ കുമ്പളം എന്നൊരു സ്ഥലമുണ്ട്. കുമ്പളത്ത് വെച്ച് എറണാകുളം ജില്ല അവസാനിക്കും. പാലം കടന്നു കഴിഞ്ഞാൽ അരൂരായി, നമ്മുടെ ഗൗരിയമ്മയുടെ അരൂർ, അത് ആലപ്പുഴ ജില്ല. അപ്പോൾ അരൂരിനും കുമ്പളത്തിനും ഇടയ്ക്ക് ഒരു വലിയ പാലമുണ്ട്. അവിടെ ആണ് ടോളുള്ളത്. ഈ നാഷണൽ ഹൈവേ കൂടി യാത്ര ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. ചേർത്തലയ്ക്കും എടപ്പള്ളിക്കും ഇടയ്ക്ക് ആ ടോളുള്ള സ്ഥലമാണ് കുമ്പളം. ആ സ്ഥലം കുമ്പളമാണ്, പഞ്ചായത്തും കുമ്പളമാണ്. കുമ്പളം പഞ്ചായത്തും കുമ്പളക്കാരാണ്. അവിടെ ഈ പഞ്ചായത്തിലേക്കുള്ള 6ഓ 7ഓ ഡിവിഷനുകളുണ്ട്. അതിൽ 16ാം ഡിവിഷനിൽ നടന്ന ഒരു സംഭവമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. 2015 മുമ്പ് ഒരിക്കലും കുമ്പളം പഞ്ചായത്തിലെ ഒരു വാർഡിലും ഒരു ഡിവിഷനിലും ഒരിക്കലും BJP-യുടെ ഒരു സ്ഥാനാർത്ഥി ജയിച്ചിട്ടില്ല. BJP-യുടെ സ്ഥാനാർത്ഥിയെ സ്ഥലത്തെ ഒരു കത്തോലിക്ക വൈദികൻ എപ്രകാരം പ്രൊമോട്ട് ചെയ്തു, എങ്ങനെ ഈ സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പുവരുത്തി, അല്ലെങ്കിൽ അന്ന് മുതൽ ഇന്ന് വരെ എങ്ങനെ BJP-ക്ക് ജയിക്കാവുന്നൊരു രാഷ്ട്രീയ സാമുദായിക സാഹചര്യം ആ പഞ്ചായത്തിൽ ഉണ്ടാക്കി എന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. 2015 VM സുധീരനാണ് KPCC പ്രസിഡന്റ്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിന് ചില മാനദണ്ഡങ്ങൾ അദ്ദേഹം ഏർപ്പെടുത്തി. ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഓരോ ബൂത്തിലും കോൺഗ്രസ് കമ്മിറ്റി വിളിച്ചു കൂട്ടണം. അവിടെ നിന്ന് 2 പേരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് മേൽ കമ്മിറ്റി കൊടുക്കണം. ആ 2-ൽ ഒരാളെ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിക്കണം. ഇങ്ങനെയാണ്. അപ്പോൾ കുമ്പളം 16ാം ഡിവിഷനിലേക്ക് പരിഗണിക്കപ്പെട്ട 2 പേർ, ഒരാൾ ജോളി പൗവത്തിൽ എന്ന് പറഞ്ഞ സുറിയാനി കത്തോലിക്കനാണ്. അവിടെ വലിയ സ്വാധീന ശക്തിയുള്ള ആളാണ്. തെരഞ്ഞെടുപ്പിൽ നിന്ന് ജയിക്കുന്ന ആളുമാണ്. മുമ്പ് പഞ്ചായത്ത് മെമ്പറായിട്ടുമുണ്ട്. മറ്റേ ആൾ അപ്പുക്കുട്ടൻ എന്ന് പേരുള്ള ധീവര സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. ധീവര സമുദായക്കാർ പൊതുവെ കോൺഗ്രസ്സുകാരാണ്, പ്രത്യേകിച്ച് കുമ്പളം ഭാഗത്ത്. ഈ 2 പേരുടെ പേര് ഒരു ലിസ്റ്റായിട്ട് തയ്യാറാക്കിയ സമയത്ത് സ്ഥലത്തെ സുറിയാനി പള്ളിയിലെ വികാരി അച്ഛൻ ഈ പേര് വീറ്റോ ചെയ്തു. ജോളി പൗവത്തിൽ എന്ന് പറഞ്ഞ സുറിയാനിയോട് ഈ വൈദികന് എന്തോ കാരണത്താൽ എന്തോ ഇഷ്ടക്കേടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഈ ജോളി പൗവത്തിൽ എന്ന് പറഞ്ഞ കുലംകുത്തിയെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റുകയില്ല. സംഗതി പെട്ടില്ല. അപ്പോൾ കോൺഗ്രസ്സുകാർ പറഞ്ഞു, എന്നാൽ പിന്നെ അപ്പുക്കുട്ടനെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അപ്പുക്കുട്ടനെ ഒട്ടും പറ്റുകയില്ല. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, സ്ഥാനാർത്ഥിയെ ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞ് വക്കച്ചൻ എന്ന് പറഞ്ഞ ഒരു റിട്ടയർ ചെയ്ത പോലീസുകാരൻ ആ പള്ളിയിൽ അച്ഛൻ നിർദ്ദേശിച്ചു. വക്കച്ചൻ റിട്ടയർ ചെയ്ത പോലീസുകാരനുമാണ്, നാടക നടനുമാണ്. കുമ്പളം വക്കച്ചൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അപ്പോൾ കോൺഗ്രസ്സുകാർ പറഞ്ഞു, ഇതെങ്ങനെ
കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ VM സുധീറിന്റെ മാനദണ്ഡം അനുസരിച്ചിട്ട് നിശ്ചയിക്കേണ്ടത് കോൺഗ്രസ്സുകാരായ ഞങ്ങളാണ്. പള്ളിയിലെ കാര്യങ്ങൾ നോക്കിയാൽ മതി. കുർബാന ചൊല്ലിക്കുകയോ കുമ്പസാരിപ്പിക്കുകയോ കുന്തിരിക്കം പോക്കുകയോ എന്ത് വേണമെങ്കിൽ ചെയ്തു. അതിന് ആർക്കും ഒരു വിരോധമില്ല. അച്ഛൻ്റെ പണിയെടുക്കാം, ഞങ്ങൾ ഞങ്ങളുടെ പണിയെടുക്കാം. ആകെ പ്രശ്നമായി തർക്കമായി. കെ ബാബുവാണ് MLA. തൃപ്പൂണിത്തുറ മണ്ഡലത്തിലാണ് ഈ കുമ്പളം പഞ്ചായത്ത് വരുന്നത്. കെ ബാബു വിവരം അറിഞ്ഞ് കുമ്പളത്ത് ഓടിയെത്തി. അച്ഛനെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അച്ഛൻ പിടിച്ച പിടിയാണ്. ഒടുവിൽ ഈ വിഷയം എറണാകുളം അതിരൂപതയിലെത്തിച്ചു. അതിരൂപതയിൽ അന്ന് ഇടയന്ത്രത്ത് എന്ന് പറഞ്ഞ ഒരു മഹാനാണ് സഹായം എത്താനായിട്ടിരിക്കുന്നത്. കർദിനാളിന് മുമ്പിലേക്ക് വിഷയം എത്തിയില്ല. എന്തുകൊണ്ടും ആരോ ദൈവാദിനം. ഇടയന്ത്രത്ത് പിതാവ് രണ്ടുപേരുടെ വാദം കേട്ടിട്ട് അച്ഛൻ്റെ ഭാഗത്താണ് ന്യായം എന്ന് കണ്ടെത്തി. ഇടയന്ത്രത്ത് പറഞ്ഞു, വാക്കച്ചൻ തന്നെ മത്സരിക്കട്ടെ, ബാക്കി ആളുകൾ മാറി നിൽക്കട്ടെ. ഏതായാലും കെ ബാബുവിനെ ധിക്കരിക്കാനും ഇടയന്ത്രത്തിനെ ധിക്കരിക്കാനും ജോളി പോവത്തിൽ തയ്യാറായില്ല. അപ്പുക്കുട്ടനും കൂട്ടാക്കില്ല. പക്ഷെ ഇത് സുറിയാനി കത്തോലിക്കർക്ക് മാത്രമല്ലേ ഇടയന്ത്രത്തിൻ്റെ കൽപ്പന ബാധകമാവും. അവിടെ വേറൊരു ലത്തീൻ കത്തോലിക്കൻ, പേര് ഞാൻ മറന്നു, അദ്ദേഹം കോൺഗ്രസിൻ്റെ റിബലായിട്ട് മത്സരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇവിടെ നാനാജാതി മതസ്ഥരും ഇടകലർന്ന് ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. വത്തിക്കാനിൽ നിന്നല്ല കോൺഗ്രസ്സുകാർ വന്നിട്ടുള്ളത്, എറണാകുളം അതിരൂപതയിൽ നിന്നുമല്ല. ഇവിടെ കോൺഗ്രസ്സുകാരനായിട്ട് ഞാൻ മത്സരിക്കും എന്ന് പറഞ്ഞ് പുള്ളി മത്സരിക്കും. അവിടെ ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, BJPയുടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, വാക്കച്ചനും ഉണ്ടായിരുന്നു. മത്സരം വളരെ ഗംഭീരമായിരുന്നു. അവസാനം എന്ത് പറ്റി വെച്ചാൽ കുമ്പളം പഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് BJP സ്ഥാനാർത്ഥി വിജയിച്ചു. കാരണം ഈ ധീവര സമുദായക്കാർ ഒന്നടങ്കം അവർ രോഷാകുലരായിട്ട് BJP കൂട്ടി. അങ്ങനെ ആദ്യമായിട്ട് താമര വിരിക്കും. ഈ റിബലായി മത്സരിച്ച ലത്തീൻ കത്തോലിക്ക 2ാം സ്ഥാനത്തെത്തി. ഇടതുപക്ഷ സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തായി. കുമ്പളം വക്കച്ചൻ 4ാം സ്ഥാനത്തായി. എന്ന് മാത്രമല്ല, വക്കച്ചൻ ജാമ്യസംഖ്യ കൂടി നഷ്ടപ്പെട്ടു. ഏതായാലും ഇടവക വികാരിയുടെ വിഷമത്തിന് അതോടി സാരമായ ശമനം ഉണ്ടായി. പിന്നെ പുള്ളി അധികം വൈകാതെ കുമ്പളം പള്ളിയിൽ നിന്ന്, സെൻറ് മേരീസ് പള്ളിയിൽ നിന്ന് സ്ഥലമാറ്റം മേടിച്ചു പോയി. ഇങ്ങനെയാണ് കുമ്പളത്ത് ആദ്യമായിട്ട് താമര വിടുന്നത്. 2020 BJPക്ക് 2 സീറ്റ് കിട്ടി. ഇതാ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ആ പറഞ്ഞ വാർഡിൽ, അന്ന് 16ആയിരുന്നു, ഇപ്പോൾ 17ആയി. 17ാം വാർഡിൽ BJP സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്. സഞ്ജയ് കുമാർ എന്നാണ് ജയിച്ച സ്ഥാനാർത്ഥിയുടെ പേര്. കുമ്പളം വക്കച്ചന് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തന്നെ അറിയില്ല. ഏതായാലും ജോളി പാവത്തിൽ ഇപ്പോഴും രാഷ്ട്രീയത്തിലുണ്ട്. കഴിഞ്ഞ തവണ അദ്ദേഹം പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വിജയിച്ചു. ഇത്തവണ കുമ്പളം പഞ്ചായത്തിലേക്ക് വീണ്ടും വിജയിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ വീറ്റോ അധികാരവുമായിട്ട് ഏത് അച്ഛൻ ഏത് സമയത്ത് വരും എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഇപ്പോൾ പണ്ട് കോൺഗ്രസ്സുകാർ പറഞ്ഞ അതേ കാര്യം തന്നെ ഞാൻ ആവർത്തിക്കുകയാണ്. മെത്രാന്മാരാണെങ്കിലും വൈദികരാണെങ്കിലും അവരിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ള ദൈവികമായ അല്ലെങ്കിൽ വൈദികപരമായിട്ടുള്ള ചുമതലകൾ ചെയ്യുന്നതാണ് അവർക്ക് നല്ലത്. അവർ ഈ രാഷ്ട്രീയത്തിനകത്ത് തലയിടാൻ തുടങ്ങി കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും തല ഊരി പോകുന്നുള്ളെന്നില്ല. ചില സമയത്തൊക്കെ അലൂമിനിയം കുടത്തിൽ തലയിട്ട പട്ടിയുടെ അവസ്ഥയാവും. ഈ കാര്യം വൈദികരും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും ആലോചിക്കുന്നത് നല്ലതാണ്. വൈദികരിരിക്കേണ്ടടുത്ത് വൈദികരും രാഷ്ട്രീയക്കാരിരിക്കേണ്ടടുത്ത് രാഷ്ട്രീയക്കാരും ഇരിക്കുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. നേരെ മറിച്ച് ഒരു കൂട്ടരുടെ സീറ്റിൽ മറ്റവർ കയറിയിരിക്കുമ്പോഴാണ് പണ്ടാരുടെ പറഞ്ഞു വിട്ട് പ്രശ്നമാകുന്നത്.